കനക വന്നേ ഇങ്ങോട്ട്. ഓ ഒരുങ്ങിയല്ലോ. നീ പോണ്ടേ? നമ്മളെ പോലെ വീട്ടിൽ ജോലിക്ക് പോകണ്ടേ? എന്ത് കാര്യം പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ജോലിക്ക് പോകണം. 24 മണിക്കൂർ ജോലിക്ക് പോയിക്കൊണ്ട് നടന്നാൽ മതി, വേറെ ഒരു കാര്യം അന്വേഷിക്കണ്ടല്ലോ. അവന് ഓഫീസിൽ പോകാൻ സമയമുണ്ട്, അമ്പിളിക്കുട്ടൻചാന്റെ അടുത്ത് പോകാൻ സമയമുണ്ട്, ഭാര്യ വീട്ടിൽ പോകാൻ സമയമുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സമയമില്ല. കാലി വന്നിട്ട് നാട്ടുകാർ മുഴുവൻ ചീത്ത പറഞ്ഞു തുടങ്ങി. അറിയോ അത്? ആ രാജൻ സാർ എന്തൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് അറിയാം. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയി. ആ ദേഷ്യപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്. നീ അവിടുത്തെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായിടാ? ആ പറമ്പ് നമ്മുടെ എന്നുള്ള കാര്യം അറിയാവോ? പറമ്പ് അങ്ങനെ ഉണ്ടാക്കി ഇട്ടാ പോരാ, അത് വൃത്തിയാക്കണം. അവിടെ വീടും പരിസരത്തൊക്കെ ആൾക്കാരുള്ളത് അവിടെ. ശരിയായിട്ട് ഭയങ്കരമായിട്ട് കാട് പിടിച്ചിടക്കിയ മുട്ടറ്റം കാടാ. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേന് പാമ്പ്, സർവത്ര പാമ്പ്. അവിടുത്തെ പിള്ളേർക്കൊന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ വേണ്ട ചീത്ത തന്നെ. ആണോ? കഴിഞ്ഞ ദിവസം ആരും ഓലെടുക്കാൻ പോയപ്പോഴേ ഒരു പാമ്പ്. എന്തേ അവിടുത്തെ ഓല എടുത്താ എന്താ കുഴപ്പം? അല്ല നിനക്ക് എന്താ പണി അത് പറ. രാവിലെ യൂണിഫോം ഇട്ട് ഹെൽമെറ്റ് വെച്ച് ഞാൻ പുറത്തേക്ക് പോകുന്ന എന്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എന്താ ജോലിയെന്ന്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ആരും അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ കാര്യങ്ങളല്ല ഞാൻ നോക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു ജോലി നോക്കുകയാണെങ്കിൽ ഒരു ജോലി ഇല്ലാത്ത അവിടെ ഇരിപ്പുണ്ട്. ആണോ? ഒരു ജോലി ഇല്ലാതിരിക്കാണോ ക്ലീറ്റ? അപ്പൊ പാർട്ടിയിലെ ജോലി ആര് നോക്കൂടാ? പാർട്ടിയിലെ ജോലി? അയ്യോ അവൻ ആദ്യം കേൾക്കുക. നിനക്കില്ല പോസ്റ്റിന്റെ മണ്ടേ കയറി നിന്നോട് ആരും ചോദിക്കാനൊന്നുമില്ല അത് കയറുണ്ടോ ഇല്ലോ എന്നുള്ളത്. ക്ലീറ്റോന്റെ കാര്യം അങ്ങനെയല്ല, ഡൽഹിന്ന് വരെ ചോദ്യം വരും ക്ലീറ്റോന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാള് പറഞ്ഞെന്താന്നറിയാമോ? മര്യാദക്ക് അല്ലെങ്കിൽ ആ സ്ഥലം വൃത്തിയാക്കിക്കോ, അല്ലെങ്കിൽ അത് വിൽക്കാൻ എവിടെങ്കിലും കൊണ്ടുപോയി. ആ സ്ഥലം വിൽക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. അല്ല അതിനകത്ത് അയാളുടെ ഉപദേശം വരേണ്ട കാര്യമൊന്നുമില്ല. കനക നീ ചാടി കളിക്കാതെ നടക്കോ ഇല്ലയോ എന്നുള്ളത് പറ. ആളെ കിട്ടണ്ടേ? ആളെ കിട്ടും. എടേ ഞാനൊന്ന് പുറത്തിറങ്ങി ഒരു വാക്ക് പറഞ്ഞ ഗൾഫുകാർ, ബിസിനസ്സുകാർ, സിനിമാക്കാർ, കോടീശ്വരൻ ഇതിൽ ആര് വേണമെന്ന് പറഞ്ഞാൽ മതി. കളയ്ക്കാനാ? കളയ്ക്കാൻ താഴത്തെ പറമ്പ് കളച്ച് വൃത്തിയാക്കാനുള്ള ആൾ കൊടുക്കാനുള്ള പൈസയുടെ ഓരിയാണ് ചോദിച്ചത്. അയ്യോ അതിന് ഈ പറമ്പ് വൃത്തിയാക്കാൻ ആരെയാണ് കിട്ടേണ്ടത്? അതിൽ എളുപ്പം വിൽക്കാൻ ആളെ നമുക്ക് കണ്ടെത്താം. നമുക്ക് അത് ആളെ കിട്ടി. ഇന്നലെ KCB ഓഫീസർ വന്നിരുന്നു ഒരു ബംഗാളി. അവൻ നല്ല പണിക്കാരൻ. അവനോട് വിളിച്ചു പറയാം. ബംഗാളിയാ? നമ്മൾ കള്ളപ്പണിയാണ്. ഓഹോ സത്യം. നീ നിന്റെ പോകരിങ് എന്നാ മതി. എന്റെ ഒരു 300 രൂപ. എന്തിന് 300 രൂപ? ഞാൻ 150 രൂപ വരും. എന്റെ പകുതി 150 രൂപ. 600-ന്റെ പകുതിയാണ് 300. 600 രൂപ ബംഗാളിക്ക്? പിന്നെ ഇവിടെ അത് കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ ആരും വരാത്തത്. പൈസ കൊടുക്കണം അങ്ങോട്ട്. 600 രൂപ നല്ല മുട്ട മലയാളികളെ കിട്ടിയാ. നീ പൈസ തരാം. ആളെ കൊണ്ടുവന്നു. നീ ആളെ കൊണ്ടുവന്ന് ഇവിടെ പണി തുടങ്ങും. അപ്പോഴത്തേക്ക് എന്റെ ഓഹരി ഞാൻ തരാം. നീ കൊണ്ടുവരില്ലേ? അതെങ്ങനെ അറിയും? എന്റെ തന്നെ തന്നെ. എന്റെ കർത്താവേ ബുദ്ധിയുള്ള ഒരെണ്ണം. കഷ്ടമാണ് കഷ്ടം. തലയിൽ ശകല ആളുകളുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതെല്ലാം കൂടെ വിറ്റ് വറക്കിയിട്ട് ഉള്ള പൈസ ബാങ്കിൽ കൊണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് പലിശയും മാറ്റി സുഖമായിട്ട് ഏസിക്കാത്തിരുന്ന്. കർത്താവ് ഈ ആഗ്രഹം എപ്പോ നടക്കുമെന്നോ? ഇപ്പൊ ഏസിക്കാത്തിരിക്കണില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയല്ലേ. വേറെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോണില്ലല്ലോ. ഞാൻ പണി എടുക്കണുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിച്ചേക്കുമ്പോ എനിക്കറിയാം. നാട്ടിലെ കൂലി മാറിയത് അറിഞ്ഞില്ല. 300 രൂപന്ന്. ഏത് യുഗത്തിലാ ജീവിക്കണേ? അതെ, ഇത് നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാർ കൊടുത്ത് ശീലിപ്പിക്കുന്നുണ്ടാണ്. ആവശ്യമില്ലാതെ പൈസ കൊടുത്ത് ആരും അങ്ങനെ വഷളാക്കരുത്. കേറിപ്പോ. ചായ എടുക്കും. പൊന്നോ ഇവള് പോയോ? തക്കളി മോളെ, തക്കളി സമയായി. വാ നല്ലു, വാ വാ ഓടി വാ. ആ യൂണിഫോമിൽ കറയാക്കാതെ തേച്ചൊരച്ച് വെളുപ്പിക്കേണ്ട കാര്യം ഓർക്കുമ്പോ ചോറ് മൊത്തം തിന്നോടാതെ എപ്പോഴും മിച്ചം കൊണ്ടുവരുന്നുണ്ട്. കണക്ക് ബുക്ക് എടുത്തു വെച്ചോ? कनगना साहब, कनगना साहब क्या कर रहे हैं? शैम्पू नहीं, कनगना साहब लाइनमैन. ओ कनगन कनगना साहब कनगना ഏട്ടാ ബംഗാളിയാണോ?
ബംഗാളി मैं बंगाली बंगाली കിളക്കാൻ വന്നതായിരിക്കും. हाँ मैं कनकना साहब ഏട്ടാ ഇങ്ങോട്ട് വന്ന്, ഏട്ടൻ പറഞ്ഞ പണിക്കാരൻ വന്ന്. ഏയ് ഒന്ന് തിരിഞ്ഞേ. हाँ। नमस्ते कनकना साहब कनकना साहब नमस्ते നമസ്തേ 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 नमस्ते साहब ആ താമസിച്ചെന്താ क्या താമസിച്ചെന്താ क्या बोल रहे കഴിച്ചോ खाया खाया मैं खाना खाया വലിയ പാടാ സംസാരിക്കും പക്ഷെ മലയാളം മനസ്സിലാവും പറഞ്ഞു കൊടുക്ക്, നല്ല വൃത്തിയായിട്ട് ശരിയാക്കണമെന്ന് പറഞ്ഞു കൊടുക്ക്. ആ क्या क्या बोल रही താഴെയാണ് കാട് പിടിച്ച് കിടപ്പുണ്ട് കാട് പിടിച്ച് क्या കിടപ്പുണ്ട് कार्ड കാട് പുല്ല് ഗ്രാസ് പുല്ല് विजिटिंग कार्ड നഹി നഹി क्या बोल रही താഴത്തെ പുരടം വൃത്തിയാക്കണം കളച്ച് വൃത്തിയാക്കണം वो इधर में ആ അതെ അതങ്ങ് ചെയ്യണം കേട്ടോ നല്ല നീറ്റായിട്ട് പണിയണം भाई साहब ठीक है साहब ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? ഇതിപ്പോ ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചു വരുത്തുന്ന വല്ല കാര്യം ഉണ്ടായിരുന്ന പോകാൻ സമയമായില്ലേ ഓഫീസിൽ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഉച്ചയ്ക്കുള്ള ധാനമൊക്കെ എല്ലാം തരും ഇവിടെ തരും കേട്ടോ കൃത്യമായിട്ട് 5 മണി വരെ പണിയണം क्या ഞാൻ വരും 5 മണിക്ക് 5 बजे को मैं आता हूं ओके ठीक है सर ठीक है साहब 5 മണിയാകുമ്പോൾ ഞാൻ വരും ठीक है साहब 5 बजे ഓക്കെ ഇടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും പുള്ളിക്ക് ഇന്നലെ അവിടെ നല്ല ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ കുറെ പേര് ഹിന്ദി പഠിക്കുകയും ചെയ്തായിരുന്നു പുള്ളി എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം. അറിയാമല്ലോ പിന്നെന്താ കുഴപ്പം അപ്പൊ സമയത്ത് ആഹാരം കൊടുത്താ 2 നേരത്തെ കേട്ടോ ചായ കൊടുത്തിട്ട് 5 മണിയാകുമ്പോൾ പോയിക്കോളൂ അല്ല ഏട്ടൻ പോവാണ്. എനിക്ക് പോണ്ടേ അവിടെ പണിയടക്കല്ലേ അല്ല പുള്ളിക്ക് അവിടെയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ, ഞങ്ങൾ രണ്ടും കൂടെ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ ആ സമയം കൊണ്ട് അമ്മാവൻ വന്നോളൂ അമ്മാവൻ ഞാൻ വിളിച്ച് പറഞ്ഞോളൂ ആ എന്നാ കുഴപ്പമില്ല, അമ്മ വരും. ठीक है साहब ठीक है अच्छा 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 ഞാൻ കുടിച്ചിട്ട് വരാം नमस्ते सर നമസ്തേ. आप कनकना साहब का बीवी है वो बीवी नहीं है, मैं बीवी हूँ, वो बहन है. दूसरा ബഹൻ बीवी നീ है नहीं नहीं वो बहन बहन. അല്ല അല്ല ബഹനല്ല नहीं है ബഹൻ വൺ സിസ്റ്റർ. എന്റെ നാത്തൂനെ ബഹൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എന്ന് തന്നെയാ. അയ്യോ കഷ്ടം. तो क्या बोल रही है ഹിന്ദി नहीं नहीं हिंदी नहीं नहीं मैं हैं? क्या क्या കല്യാണം. क्या क्या बोल रहे हैं शादी 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 मैं बंगाल से 4 बीवी 1 बच्चे 4 बीविया. नहीं है ये बीवी 4 बच्चे ആദ്യം പറഞ്ഞതേ 4 ഭാര്യമാരുണ്ടെന്നാ, പിന്നെ തെറ്റിപ്പോയത്. ഞാൻ തങ്കം. क्या क्या ഞാൻ തങ്കം तंग തങ്കം नाम തങ്കം. नाम 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 तंग अच्छा नाम है हैं? ബംഗാളി. बंगाली इधर नहीं है अंग ऊपर ऊपर नहीं नहीं तुम्हारा नाम क्या है? मेरा नाम दीपांकुर है ഏ? दीपांकुर है दीबांगुर दीबांगुर. ഞാൻ ദീപു. वो दीपू नेम जमंदी हैं? जमंदी जमंडी जमंदी जमंदी. अच्छा अच्छा ദീപു ദീപു. हैं? तो क्या അവിടെ हाँ നിറച്ചും ഈ പുല്ല് ഇത് क्या ये ഇത് ये കട്ട്. क्या काट. क्या ये सिंबल है इधर. ये सिंबल क्या അയ്യോ, 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 हैं? അയ്യോ, क्या क्या അതല്ല അതല്ല क्या? അതല്ല അതല്ല വേറെ വേറെ പുല്ല്. वो ऊपर 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 पुल कट ऊपर कट कट പുല്ല്. कट അത് തന്നെ അത് തന്നെ.